എൻ്റെ അമ്മേ ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 24 മൺഡേ. അപ്പോൾ ഇന്ന് എനിക്ക് കോളേജിൽ ആർട്സ് ഡേ ആയതുകൊണ്ട് ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 9 മണിയാകുമ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്കൊരു 1.5 hour ട്രാവൽ ഉണ്ട്. അപ്പോൾ എനിക്ക് കട്ടപ്പന എത്തിയിട്ട് മുല്ലപ്പൂവൊക്കെ ഫ്രഷ് വാങ്ങണം. അതൊക്കെ വാങ്ങിയിട്ട് വേണം. എപ്പോഴാണ് വണ്ടി ഉള്ളതെന്ന്, ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴാണ് വണ്ടി ഉള്ളതെന്ന് എനിക്കറിയില്ല. കാരണം ആ ഏരിയയിലേക്ക് എപ്പോഴും അങ്ങനെ വണ്ടിയുള്ളൊരു ഏരിയ അല്ല എൻ്റെ കോളേജ് ഉള്ളത്. അപ്പോൾ ഇനി വേറെ വഴി പോയിട്ട് ഓട്ടോ പിടിച്ച് വരണമെന്നൊക്കെ ഉള്ളത് കട്ടപ്പന എത്തിയിട്ട് എനിക്ക് അറിയത്തുള്ളൂ. കാരണം നമുക്ക് 3 വഴി കൂടെ ആ സ്ഥലത്തേക്ക് പോകട്ടെ. അപ്പെങ്കിൽ ഞാൻ ഓർക്കുന്ന ഒരു 7 മണിക്ക് ഇറങ്ങണം എന്നാണ് ഓർത്തത്. പക്ഷേ ഇപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 7:30 ഇറങ്ങണം. ഞാൻ റെഡിയായി. കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചു. ഇന്നലെ രാത്രി എല്ലാം എടുത്തു വെച്ചു. ഇനിയിപ്പം കളിക്കേണ്ട ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ സ്റ്റേജിൽ ചെയ്തിട്ടില്ല കേട്ടോ. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ സ്റ്റേജിൽ പിന്നെ ഞാൻ കയറിയിട്ടില്ല. പിന്നെ ഇന്നാണ് കയറാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അവൻ ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസിനുണ്ട്. ഞാൻ ഭരതനാട്യം പോകുന്നുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ള ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിക്കാം. കട്ടപ്പനയെ വെച്ച് ഗൗരീനെ കണ്ടേ. അങ്ങനെ ഗൗരിയോട് ടാറ്റയൊക്കെ പറഞ്ഞിങ്ങ് പോന്നു. കോളേജിൽ ഞാൻ കറക്റ്റ് 8:50 ആയപ്പോൾ എത്തി കേട്ടോ. 9 മണിക്ക് മാഷ് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ കോളേജിന് നേരെ ഫ്രണ്ടിലായിട്ടൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കയറി. കാരണം 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് വരെയല്ലേ, അത്ര രാവിലെയല്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് കയറി. മേക്കപ്പ് എനിക്ക് ആഷ്നയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. ഞാൻ യൂഷ്വലി മറന്നു പോവാറുണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യം. കാരണം എനിക്ക് ഇത്ര നാൾ ശീലമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഞാനിങ്ങനെ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ആഷ്ന എപ്പോഴും എൻ്റെ അടുത്ത് വീഡിയോ എടുത്തില്ലല്ലോ, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറകിലിരിക്കുന്ന ആനന്ദാണേലും ആഷ്നയാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാറുണ്ട് കേട്ടോ. ഞാൻ മറന്നു പോകുന്നത് കൊണ്ട്. മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അതുവരെയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുന്നതും മേക്കപ്പ് ഫേസ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. എൻ്റെ ഡ്രസ്സ് കണ്ടോ, ഭരതനാട്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. എല്ലാവരും അത് പറഞ്ഞ് എനിക്ക് നന്നായി ചേരുന്നുണ്ട്, ആ കളർ നന്നായി ചേരുന്നുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് പൊതുവേ അല്ല, എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ആ ബ്ലാക്കിൽ തന്നെ എനിക്ക് അടിപൊളി കോമ്പിനേഷനിൽ ഒരു ഡ്രസ്സ് കിട്ടിയപ്പോൾ എനിക്ക് അത്രയും സന്തോഷമായി. ആൻഡ് എനിക്കത് ചേരുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം. ഇങ്ങനെ എനിക്ക് ഡ്രസ്സ് ഇടാനും മേക്കപ്പ് ചെയ്യുന്നതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഏരിയയാണ് എൻ്റെ മുടി. ഞാൻ സ്ലൈഡൊക്കെ കുത്തുമ്പോഴേ ഞാനിങ്ങനെ കരയാൻ തുടങ്ങും. മുടികെട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എനിക്ക് ഒട്ടും എൻ്റെ ഹെയറിൽ ഒരാൾ തൊടുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുക. ആൻഡ് ഈ സ്ലൈഡൊക്കെ കുത്തുമ്പോൾ നമ്മൾ മുടിയൊക്കെ നല്ല ടൈറ്റായിട്ടല്ലേ കെട്ടുക. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൂടെ സ്ലൈഡിന് എന്തെങ്കിലും മുടി വലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേദനയാവുമല്ലോ. അപ്പോൾ കുത്തുന്നവർക്കത് അറിയില്ലല്ലോ. അവരങ്ങനെ ഒറ്റയടിക്കാൻ കുത്തി വിടുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഞാനാണെങ്കിൽ കാറി കൂവി ഒരു തരത്തിലാണ്. ആരാ ഇപ്പം ഇവിടെ കുത്തിയേ? അതൊന്ന് തിരിച്ചു വരാവോ? ഓക്കെ, ഇനി പയ്യെ കുത്തിക്കും, അതൊക്കെ കുത്തിക്കും. ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. മുടി പിന്നുന്നതും അതുപോലെ കമ്മലിടുന്നതും മുല്ലപ്പൂ വയ്ക്കുന്നതുമാണ്. ഈ സൈഡ് മാഷിന്റെ സൈഡ് അല്ല, ഇവിടെ കണ്ടോ ആ മുടി അവിടെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുത്തുന്നോണ്ട് നീ അറിയാത്തത്. അങ്ങനെ ക്ലിയർ ചെയ്യാനുള്ള പോർഷനൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാണ്. ടൈറ്റായിട്ട് തോൾഷീറ്റൊക്കെ വെച്ചു. ആൻഡ് ഇതാണ് ആനന്ദ്. എനിക്കിവനെ എൻ്റെ വ്ളോഗിൽ ആദ്യം തൊട്ടേ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കായതുകൊണ്ട് മാത്രമല്ല, ഞാനല്ലല്ലോ വീഡിയോ ഷൂട്ട് ചെയ്തതും.
അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.